ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുന്നു. ഇന്ന് ഇതുവരെ 1,00,000-ഓളം ഭക്തരാണ് ദർശനത്തിനെത്തിയത്. അതേസമയം ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന പവിത്രം ശബരിമല പദ്ധതി നിർത്തിവെച്ചു. മാലിന്യങ്ങൾ ഇല്ലാതെ ശബരിമലയെ സംരക്ഷിക്കാനായിരുന്നു പദ്ധതി. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ശബരിമല സന്നിധാനത്തേക്ക് ഇന്നും ഉണ്ടാകുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസമായിട്ട് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തിരക്ക് ഇന്നും തുടരുക തന്നെയാണ്. എന്തായാലും പരമാവധി തീർത്ഥാടകർക്ക് ദർശനം കൊടുക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പമ്പയിലും നിലയ്ക്കലും ഒക്കെ തന്നെ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ വരുന്നത്. കാരണം ശരാശരി 1,00,000-ലധികം അടുത്ത തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു തിരക്കിന് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നിയന്ത്രണങ്ങൾ തന്നെയാണ് നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പരമാവധി തീർത്ഥാടകരെ 18ാം പടി കയറ്റി വിടുന്നതിനുള്ള ഒരു നടപടികളാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ശരാശരി ഒരു മിനിറ്റിൽ 80 മുതൽ 70 വരെയുള്ള തീർത്ഥാടകരെയാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. പക്ഷേ അതിനകത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്നത് അടിസ്ഥാന സൗകര്യ വികസനം. അതുതന്നെയാണ് ഈ ശബരിമലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി തീർക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഈ ശബരിമലയിൽ ഏറ്റവും ഗംഭീരമായി നടത്തിക്കൊണ്ട് വന്നിരുന്ന പവിത്രം ശബരിമല എന്നുള്ള പദ്ധതി അത് നിർജ്ജീവമായിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഒരു നടപടിയും ഇത്തവണ ഉണ്ടായിട്ടില്ല. പവിത്രമായി തന്നെ ശബരിമലയെ കണക്കാക്കുക, ശബരിമലയുടെ ശുചീകരണം ഉറപ്പാക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ പുണ്യം പൂങ്കാവനത്തിന് ബദലായി എന്ന ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ പദ്ധതിയാണ്. പക്ഷേ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ ശബരിമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ ഈ പലയിടങ്ങളിലും തിരക്ക് കൂടുന്ന സമയങ്ങളിൽ പലയിടങ്ങളിലും ഇങ്ങനെ ഈ വേസ്റ്റ് കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്, മാലിന്യം കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഗണ്യമായി വർദ്ധിക്കുന്നു. പക്ഷേ ഇതുവരെയും ഒരു തരത്തിലുള്ള നടപടികളോ ഒരു തരത്തിലുള്ള ഇടപെടലോ ഈ വിഷയത്തിൽ നിലവിൽ ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഏറ്റവും അടുത്ത് തന്നെ ഇടപെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. ദേവസ്വം ബോർഡ് ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൂടിയാണത്.